ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 33 വാക്യം. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു. റോബർട്ട് എന്ന മീൻപിടുത്തക്കാരൻ വലിയ ദൈവഭക്തനും വിശ്വസ്തനുമായിരുന്നു. ദൈവം എല്ലാറ്റിനും മതിയായവൻ എന്ന് അയാൾ വിശ്വസിച്ചു. ദൈവത്തിൽ പൂർണ്ണമായി അയാൾ ആശ്രയിച്ചു. തത്ഫലമായി ഗ്രാമവാസികളെല്ലാം അയാളെ ഒരു ദൈവമനുഷ്യനായി കണക്കാക്കി ബഹുമാനിച്ചു. ജനങ്ങൾ തന്നേക്കാളധികം അയാളെ ബഹുമാനിക്കുന്നു എന്ന് രാജാവ് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കോപമുണ്ടായി. റോബർട്ടിനെ നശിപ്പിക്കുവാൻ അദ്ദേഹം മാർഗം ആലോചിച്ചു. രാജാവ് അയാളെ ആദരിക്കുവാൻ എന്ന ഭാവത്തിൽ കൊട്ടാരത്തിൽ വരുത്തി. അടുത്തയാഴ്ച നടക്കുന്ന രാജകീയ എഴുന്നള്ളത്തിൽ രാജാവിനെ മോതിരമണിയിക്കുന്ന പദവി റോബർട്ടിന് നൽകി. അതിനുള്ള മോതിരം റോബർട്ടിൻ്റെ പക്കൽ നൽകി തത്സമയം വരെ അത് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു റോബർട്ടിനെ അയച്ചു. റോബർട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് ഭദ്രമായി സൂക്ഷിച്ചു. എഴുന്നള്ളത്തിന് 2 ദിവസം മുൻപ് ഒരു രാജഭടൻ രഹസ്യമായി റോബർട്ടിൻ്റെ വീട്ടിലെത്തി ഒരു വലിയ തുക സമ്മാനമായി നൽകി റോബർട്ടിൻ്റെ ഭാര്യയിൽ നിന്നും ആ മോതിരം കൈവശപ്പെടുത്തി. മോതിരം നഷ്ടപ്പെട്ടതിൽ റോബർട്ട് വളരെ ദുഃഖിതനായി. എന്നാൽ പതിവ് പോലെ അന്ന് രാവിലെ താൻ പിടിച്ച മീനിനെ പാകം ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും ആ മോതിരം കിട്ടി. അയാൾ സന്തോഷത്തോടെ മോതിരവുമായി എഴുന്നള്ളത്തിൽ പങ്കെടുത്ത് രാജാവിനെ മോതിരമണിയിച്ചു. രാജാവ് ലജ്ജിതനായി. തൻ്റെ ഭടനോട് താൻ പറഞ്ഞ പ്രകാരം മോതിരം കടലിൽ എറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അവർ അങ്ങനെ ചെയ്തുവെന്നും എന്നാൽ എങ്ങനെ അയാൾക്കത് തിരികെ ലഭിച്ചു എന്ന് അറിയില്ല എന്നും ബോധിപ്പിച്ചു. ഈ ലോകത്തിലെ എല്ലാ ശക്തിയേക്കാളും ഉന്നതവും ശ്രേഷ്ഠവുമാണ് ദൈവത്തിൻ്റെ പരിപാലനം. മനുഷ്യബുദ്ധിക്ക് ഒരിക്കലും മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധമാണ് ദൈവം തന്നിൽ ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കുന്നത്. തന്നിൽ ആശ്രയിക്കുന്നവരെ അല്പം കൊണ്ടും അധികം കൊണ്ടും സംരക്ഷിക്കുവാൻ ദൈവത്തിന് പ്രയാസമില്ല. ദൈവം അതിനുള്ള ക്രമീകരണം ചെയ്യുമ്പോൾ ഒരു ചിലന്തി വലയ്ക്ക് ഇരുമ്പ് കോട്ടയേക്കാൾ ശക്തിയുണ്ടാകും. എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യൻ്റെ ഇരുമ്പ് കോട്ടയ്ക്ക് ചിലന്തി വലയുടെ ബലം പോലും ഉണ്ടാവില്ല എന്നതും നാം വിസ്മരിക്കരുത്. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം ദൈവഭക്തരുടെ ജീവിതാനുഭവമാണ്. ദൈവിക പദ്ധതികളെ തകർക്കുവാൻ യാതൊരു മനുഷ്യശക്തിക്കും സാധ്യമാവില്ല. ദൈവിക മാർഗങ്ങൾ മനുഷ്യന് തൻ്റെ ഭാവനയിൽ പോലും ചിന്തിക്കുവാനാവില്ല. കടലിൽ എറിഞ്ഞ മോതിരം തക്ക സമയത്ത് തിരികെ ലഭിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുവാൻ ദൈവത്തിനല്ലാതെ ആർക്ക് കഴിയും? ഇന്ന് നമുക്ക് ആശ്ചര്യകരവും വളരെ പ്രചാരം നേടിയിട്ടുള്ളതുമായ നിർമ്മിത ബുദ്ധിക്ക് AI പോലും ദൈവിക പദ്ധതി ഗ്രഹിക്കാവതല്ല. ദൈവത്തെ വെല്ലുവിളിക്കുവാനോ ദൈവിക പദ്ധതികളെ തകർക്കുവാനോ ശ്രമിക്കുന്നവർ സ്വയം പരാജിതരാകും എന്ന് മാത്രമല്ല സ്വയം തകരുകയും ചെയ്യും. ആകയാൽ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവിക പദ്ധതി നമ്മിലും സമൂഹത്തിലും നിറവേറുവാൻ ദൈവഹിതപ്രകാരം നമുക്ക് പ്രവർത്തിക്കാം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ദൈവിക പദ്ധതികളെ തകർക്കുവാൻ തക്കവണ്ണം യാതൊരു മനുഷ്യശക്തിക്കും സാധ്യമാവില്ല എന്ന് ഈ പ്രഭാതത്തിൽ വീണ്ടും ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ഓരോ നിമിഷവും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.